5th പൊസിഷൻ പോകുന്നത് ഷീന ചേച്ചി ആൻഡ് ശൈത്യ. അമ്മയും മകളും സൂപ്പർ. Congratulations, Sheena and Shaitya. മൊമെന്റ് വേണ്ട. ഓക്കെ. നമ്മൾ ഇന്നത്തെ ഈ ഒരു റൗണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൽ ഒരാളുടെയും ഡാൻസോ പ്യോർലി പെർഫോമൻസ് ബേസിലാണ് നമ്മൾ ഇവിടെ കുറേ ആൾക്കാർക്ക് കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരു ഹോൾ നമ്മൾ വാവ് ഫാക്ടർ എന്ന് പറയില്ലേ, വാവ് ഫാക്ടറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ പൊസിഷനിങ് നടന്നിട്ടുണ്ട്. പിന്നെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമുക്കൊരു വേദി കിട്ടുമ്പോൾ അതിൻ്റേതായ ഒരു റെസ്പെക്റ്റ് വേണം. അതാണ് എന്നെ പഠിപ്പിച്ചെന്ന്. പ്ലീസ്, നമ്മൾ ആർട്ടിസ്റ്റ്, നമ്മൾക്ക് എല്ലാവരോടും പറയാനുള്ള ഒരേ കാര്യമുള്ളൂ, ചാൻസ്, ടൈം, മോമെൻറ്റ്, എന്താ പറയുക, ഇത് എല്ലാവർക്കും കിട്ടുന്നൊരിതല്ല. പ്ലീസ് ഇങ്ങനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യരുത്. കാരണം ഈ നമ്മൾ ഏറ്റവും ജാസ്തി സപ്പോർട്ട് ചെയ്തത് നമ്മുടെ കണ്ടസ്റ്റൻസിനെയാണ്. അവരുടെ പോരായ്മകളും അവരുടെ നല്ല വശം കണ്ടിട്ട് അത് ഒരാളെയും നമ്മൾ എന്താ പറയുക, ഇതിന് മുമ്പേ ലിഷ ചേച്ചി ഡേഞ്ചർ സോണിൽ വന്നപ്പോൾ ഇവർ പറഞ്ഞു നമ്മൾ ഷോ ക്വിറ്റ് ചെയ്യാണ്. അതെ, ഇന്നിവിടെ അവർ 5th പൊസിഷൻ തന്നപ്പോൾ അവർ ഷോ ക്വിറ്റ് ചെയ്യാണ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ബിക്കോസ് ഞാൻ ഒരു ജഡ്ജായിട്ടല്ല, ഞാൻ ആസ് എ പ്രേക്ഷക നിലയിൽ ഞാൻ പറയാണ്, ഐ ആം കൺഫ്യൂസ്ഡ് ആൻഡ് ഐ എം സോറി ഷീന ചേച്ചി ആൻഡ് ശൈത്യ. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഐ ആം വെരി വെരി ഹേർട്ട് ഫോർ ഡിസ്റെസ്പെക്റ്റിംഗ് ഈ ഒരു സ്റ്റേജ്. കാരണം നമ്മുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഇപ്പോൾ ഷോക്ക് ആയിട്ടിരിക്കുകയാണ്. കാരണം അവരെല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ഷീന, ശൈത്യ എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് നല്ല നല്ല പെർഫോമൻസിലൂടെ ചിരിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്, കരയിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്, നല്ല മാർക്സ്, ഫുൾ മാർക്സ് ശ്വേതാജി കൊടുത്ത ആൾക്കാരാണ്. പക്ഷേ അപ്പോൾ അവർ ഇത്രയും നാളും നമ്മളോട് കാണിച്ച സ്നേഹം അതൊരു ഫേക്ക് ആയിരുന്നോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവാണ്. ഒരു 5th പൊസിഷനിലേക്ക് ആയപ്പോഴേക്കും ഇങ്ങനെ നമ്മളെല്ലാവരും ഒറ്റയടിക്ക് വിട്ടിട്ട് അവർ ക്വിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ വേദി വിട്ട് ഇങ്ങനെ പോവാന്ന് പറയുന്ന ഒരു ഷോക്കിംഗ് കാര്യമാണ്. ലാൽജോ സാർ ഇന്നാണ് ഇവരുടെ എല്ലാവരും പെർഫോമൻസ് കാണുന്നത്. ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിൽ അദ്ദേഹത്തിന് നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടിയ ഒരു ഈ പറഞ്ഞ പോലെ ഒരു വാവ് ഫാക്ടർ, ആ ഒരു ഇമ്പാക്റ്റ് എന്താണ് വെച്ചിട്ടാണ് അദ്ദേഹം ശ്വേതാജിയുമായിട്ട് ഡിസ്കസ് ചെയ്ത് മാർക്ക് ഇട്ടത്. അപ്പൊ അദ്ദേഹത്തെ കൂടെ നമ്മളൊരു സങ്കടത്തിലാക്കി. MG സാറും ഉണ്ടായിരുന്നു. അതെ, MG സാറും ഉണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ അത് സാറിന് എന്താ എന്തെങ്കിലും പറയാനുണ്ടോ? ഇങ്ങനെ ഒരു, അതായത് വളർന്നു വരുന്ന കലാകാരന്മാർക്ക് എന്താ ഒരു ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അത് എങ്ങനെ അതിനോട് സമീപിക്കണം എന്നുള്ളത്. ഞാനൊരു റിയാലിറ്റി ഷോയുടെ ജഡ്ജായിരുന്നു. അപ്പോൾ ആ ഷോയിൽ 16 പേരുണ്ടായിരുന്നു. 8 ആൺകുട്ടികളും 8 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ തുടക്ക സമയം തൊട്ടിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, ഇത് വിജയിക്കുക, പെർഫോമൻസസ്, സ്റ്റേജ് പെർഫോമൻസസൊക്കെ ആ ദിവസത്തിൻ്റെ കാര്യമാണ്. അത് നിങ്ങളുടെ ടാലൻറ്റിൻ്റെ ഒരു അവസാന വാക്കൊന്നല്ല. ആ ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റാം, ചില ശ്രദ്ധ കുറവ് പറ്റാം, ചിലപ്പോൾ ഒരു പിഴവ് പറ്റാം. അപ്പം അതൊരു ദിവസത്തെ കാര്യമാണ്. ഈ ഒരു വേദിയിലൂടെ നിങ്ങൾക്ക് കിട്ടിയ പബ്ലിസിറ്റി, നിങ്ങൾ ആളുകളുടെ മുമ്പിൽ, എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ മുമ്പിൽ നിങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. അതാണ് വലിയ കാര്യം. എന്തായാലും സർ ആദ്യമായിട്ട് വന്നിട്ട് നമ്മുടെ വേദിയിൽ ഇങ്ങനെ സോ സോറി, വെരി വെരി സോറി നമ്മളെല്ലാവരും അതിന്. ബിക്കോസ് അത് ഭയങ്കര വലിയ ഡിസ്റെസ്പെക്റ്റ് ആണ് സാറിൻ്റെ ഇതിൽ. സൂപ്പർ അമ്മയും മകളും.